എല്ലാവർക്കും സ്റ്റിച്ച് വൈബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരയിൽ ലൂപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് സെറി ത്രെഡിലാണ് കേട്ടോ തയ്ച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തന്നെ നമുക്കൊരു ലൂപ്പ് ഇതുപോലെ എടുക്കണം. ഈ ലൂപ്പ് നമ്മൾ തുണിയിൽ തയ്ച്ച് കൊടുക്കുന്നില്ല, ഇത് നേരെ റിവേഴ്സായിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമുക്ക് ത്രെഡ് ഇതുപോലെ എടുക്കാൻ. അപ്പോൾ ത്രെഡ് എടുക്കുന്ന സമയത്ത് രണ്ട് ചെയിൻസിൻ്റെ ഉള്ളിലൂടെ, അതായത് റിവേഴ്സായിട്ട് പോയ ചെയിനിൻ്റെ ഉള്ളിലൂടെയും പിന്നെ ആദ്യം നമ്മൾ തയ്ച്ചിട്ടുള്ള ചെയിനിൻ്റെ ഉള്ളിലൂടെയും കൂടെ ആയിട്ട് വേണം നമുക്ക് ത്രെഡ് മുകളിലേക്ക് എടുക്കാൻ. കണ്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ത്രെഡ് എടുക്കേണ്ടത് നമ്മൾ റിവേഴ്സായിട്ട് കൊണ്ടുപോയ ഒരു ലൂപ്പില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം കേട്ടോ ത്രെഡ് എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ തയ്ച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അല്ല നമ്മൾ മുകളിലേക്ക് ത്രെഡ് എടുക്കുന്നത്, റിവേഴ്സായിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്ത ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ത്രെഡ് മുകളിലേക്ക് എടുക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ബാക്ക് സ്റ്റിച്ച് പോലെയാണ് വരുന്നത്. പക്ഷേ ബാക്ക് സ്റ്റിച്ചിൽ നമ്മൾ 3 സ്റ്റിച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ലോങ് സ്റ്റിച്ച്, ഷോർട്ട് സ്റ്റിച്ച്, പിന്നെ റിവേഴ്സ് സ്റ്റിച്ച്. പക്ഷേ ഇവിടെ വരുമ്പം ലോങ് ചെയിൻ സ്റ്റിച്ചും പിന്നെ ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റിവേഴ്സ് ചെയിൻ സ്റ്റിച്ചും അതെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ലോങ് സ്റ്റിച്ച് തയ്ച്ചിട്ട് നമ്മളത് ഹോൾഡ് ചെയ്യുന്നില്ല, വേറൊരു സ്റ്റിച്ച് വെച്ചിട്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നേരെ നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് റിവേഴ്സായിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഒരു സ്റ്റിച്ച് കുറച്ചൊന്ന് ട്രിക്കിയാണ്. അപ്പം നിങ്ങൾക്കിത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ ത്രെഡ് ഹോൾഡ് ചെയ്യുമ്പം ഒരുപാട് വലിച്ചു പിടിക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ നിൽക്കണം. കാരണം താഴത്തെ ത്രെഡ് വലിഞ്ഞെങ്ങാനും പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് വിട്ടുപോകും. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ഹോൾഡ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സെറി ത്രെഡിലാണല്ലോ തയ്ച്ച് കാണിക്കുന്നത്. നമുക്ക് ഈ സ്റ്റിച്ച് സിൽക്ക് ത്രെഡിലും തയ്ക്കാം കേട്ടോ. അപ്പോൾ 2 സ്ട്രാൻഡ്സിൽ സിൽക്ക് ത്രെഡ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെയിൻ ഇത്രയൊരു വലുപ്പത്തിലെടുത്ത് കാണിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെയിൻ സൈസ് കുറയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻഡ് നോട്ട് എങ്ങനെയാണ് തയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം സ്റ്റിച്ച് ചെയ്തില്ല അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വരുമ്പം നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് സൂമായിട്ട് ഈ ഒരു സ്റ്റിച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഔട്ട്ലൈനായിട്ടും ബോർഡറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെറി ത്രെഡൊക്കെ നമ്മളിപ്പോൾ 2 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എടുത്ത് കാണിക്കും ഈ ഒരു സ്റ്റിച്ച്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് പ്രയാസമാണെന്ന്, പക്ഷേ അല്ല, ഒന്ന് എയിമായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ലൈക്കും ഷെയറും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. കാരണം ലൈക്സൊക്കെ വളരെ കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.